ചില അസുഖങ്ങൾ ഉള്ളവർക്കും എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ എഗ് എടുത്ത് എംബ്രിയോ ആക്കി ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. എഗ് ഫ്രീസിംഗ് നമുക്ക് ചില അസുഖങ്ങൾക്ക് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് എഗ് ഫ്രീസിംഗും എംബ്രിയോ ഫ്രീസിംഗും ചെയ്യാം. ഉദാഹരണം ക്യാൻസർ പോലുള്ള ഓവറിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടെത്തുകയും അങ്ങനെയുള്ള ദമ്പതിമാർക്ക് ക്യാൻസറിനുള്ള ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് എഗ് എടുത്ത് എഗ്ഗായിട്ടോ എംബ്രിയോ ആയിട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. പുരുഷന്മാർക്ക് ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ ക്യാൻസർ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് സ്പേം ഫ്രീസ് ചെയ്യാൻ പറ്റും. സ്പേം ഫ്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാര്യയുടെ എഗ് എടുത്ത് ഭ്രൂണമാക്കി ഭ്രൂണമായിട്ടും ഫ്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പലതരം ഗ്യാമേറ്റ്സുകൾ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ഇത്തരം ഫ്രീസിങ്ങുകൾ ചെയ്യുന്നത് എഗ്ഗിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ എഗ്ഗ് പുറത്തെടുക്കുന്നു. സ്പേമിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭ്രൂണമാക്കുന്നു. സ്പേം ഭാവിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയിൽ സ്പേം ഫ്രീസ് ചെയ്യാൻ പറ്റുന്നു. ഇത്തരം ഗ്യാമേറ്റുകൾ ഫ്രീസിംഗ് സബൈൻ ഹോസ്പിറ്റൽസിൽ ചെയ്തു വരുന്നു.